ഹായ് ഹലോ. രണ്ട് ഐറ്റംസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. നമ്മൾ കാർഡൊക്കെ കൊടുക്കുമല്ലോ, ക്രിസ്മസിനോ ന്യൂ ഇയറിനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ കാർഡ് കൊടുക്കുമ്പോൾ ഈ കാർഡ് വെക്കാൻ ഉപയോഗിക്കുന്ന കവർ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ വളരെ ക്യൂട്ടായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ ആ മുകളിൽ കോർണറിൽ വരുന്ന ആ ഒരു പീസാണ് ഇതിൻ്റെ ലോക്ക്. നമ്മൾ എക്സ്ട്രാ വേറെ ഒട്ടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ലോക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതവിടെ ഇരുന്നോളും. തുറന്ന് പോകുന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. ഇത് കാർഡാണല്ലോ. പിന്നെ ഇതിൽ നമുക്ക് ജസ്റ്റ് ഡിസൈൻസൊക്കെ കൊടുക്കാം. മാർക്കർ വെച്ചിട്ടോ പെന്ന് വെച്ചിട്ടോ സ്കെച്ച് വെച്ചിട്ടോ ഒക്കെ ഡിസൈൻ ചെയ്യാൻ. ഇത് ചെറിയൊരു പെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കണേ. ഇതുപോലെ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജസ്റ്റ് ഇതിന് ഡിസൈൻ കൊടുക്കുകയോ ഭംഗിക്ക് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ. ഇനി ഇതിൽ നമുക്ക് ഏത് കളർ പേപ്പർ, പല കളർ പേപ്പർ വരും. അപ്പോൾ പല കളർ പേപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഒരു ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിണ്ടി കുത്തി പെരുന്നാൾ അല്ലെങ്കിൽ നമ്മുടെ പെരുന്നാളുകളുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ എല്ലാവരും പിണ്ടിയൊക്കെ കുത്തുന്നത് വളരെ പതിവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ, പലതരത്തിലുള്ള പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു മോഡലാണ് കാണിക്കുന്നത്. നമ്മൾ വല്ല കോമ്പസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ടോ നമ്മൾ ജസ്റ്റ് ഒരു വട്ടം ഉണ്ടാക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് ഈ കട്ട് ചെയ്യണത് പൂവിൻ്റെ ഇതളുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എൻഡിങ്ങുകൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നിവർത്തി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ആ കത്രിക വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇതളുകളുടെ തുമ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക, ഒരു ഗമ്മ വെച്ച് ഒട്ടിക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളൊരു ഹോള് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു വീതി കുറഞ്ഞ നീളത്തിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഈ അരങ്ങുകൾ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈർക്കിളിയുമേ ഒരു പേപ്പർ ചുറ്റി കൊടുക്കുക. ഈർക്കിളിയുമേ ചുറ്റി കൊടുക്കുന്ന നിർബന്ധമില്ല. നമ്മൾ വെറുതെ ഒരു പേപ്പർ എടുത്ത് ചുറ്റി കൊടുത്താലും മതി. പക്ഷേ നമ്മൾ സാധാരണ പിണ്ടിയുമൊക്കെ കുത്തുമ്പോൾ ഈർക്കിളിയുമാണല്ലോ കുത്തുക. അപ്പോൾ അത് കാരണം ഞാൻ ഈർക്കിളിയുമേ ഒരു പേപ്പർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഈ ചെറിയൊരു പീസ് ഉണ്ടല്ലോ, ആ പീസ് ഇതുമ്മേ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഉള്ളിൽ നമ്മുടെ പൂവിൻ്റെ ഉൾഭാഗത്ത് വയ്ക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു ഐറ്റം കിട്ടും. ഇതിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നമ്മുടെ പൂവ് എടുക്കുക. പൂവിൻ്റെ എൻഡിലുള്ള ആ കോർണറിൽ ജസ്റ്റ് ഒന്ന് കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഹോളാക്കുക. എന്നിട്ട് ഈ ഈർക്കിളി അതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് ഇറക്കി കൊടുത്താൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ വേറൊരു കളർ കാണിക്കുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഈ കട്ട് ചെയ്യണത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി പറഞ്ഞതാണല്ലോ. എന്നാലും നമ്മുടെ പൂവുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.